സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ UDF ബന്ധം ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രീയ തന്ത്രം മെനയുന്ന മുഖ്യമന്ത്രിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോട്ടോ എടുത്തതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് പിണറായി വിജയനെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഇതോടെ ഫോട്ടോയുടെ പേരിൽ SIT ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നല്ലല്ലോ SIT അന്വേഷിക്കുന്നത്. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ടൂറിസം വകുപ്പിന്റെ പ്രമോഷന് വന്നത് ഞങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്തില്ല. വ്ളോഗർ ചാരവനിതയായതിന് മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പല കുഴപ്പക്കാരും പലരുടെയും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാകും. അവരെയൊക്കെ പറ്റി അന്വേഷിക്കില്ലല്ലോ എന്നും സതീശൻ ചോദിച്ചു. പല ക്രിമിനലുകളും കുഴപ്പക്കാരും പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. നാളെ അവർ കേസിൽ പ്രതിയായാൽ ഫോട്ടോയിൽ ഒപ്പമുള്ളവരെയും പ്രതി ചേർക്കുമോ എന്നും സതീശൻ ചോദിച്ചു. CPM സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ടു. CPM നേതാക്കന്മാർ ജയിലിലേക്കുള്ള ക്യൂവിലാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. അന്വേഷണ സംഘത്തിന് മേൽ സർക്കാർ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും 2 പോലീസ് ഉദ്യോഗസ്ഥരെ SITയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും CPM ബന്ധമുള്ള ആളുകളാണ്. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി SITയിൽ കടന്നുകയറി അന്വേഷണ രഹസ്യങ്ങൾ പാർട്ടിക്ക് ചോർത്തിക്കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശബരിമലയിൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ UDFന് വിശ്വാസമുണ്ട്. പക്ഷേ മനഃപൂർവ്വമായി ഗവൺമെന്റ് CPM നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. SIT അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നതല്ല. ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് ആര്, അതെവിടെ കൊണ്ടുപോയി വിറ്റു, ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരൻ വാങ്ങി എന്നെല്ലാമാണ്. കേസിൽ ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. നടപടി സ്വീകരിക്കാത്തത് അവർ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ടാണെന്നും VD സതീശൻ പറഞ്ഞു. എന്തായാലും ശബരിമലയിൽ നടന്നത് സമാനതകളില്ലാത്ത പകൽക്കൊള്ളയാണ്. ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ ശൈവ വൈഷ്ണവ രൂപങ്ങളടക്കം ശ്രീത്വം തുളുമ്പുന്ന അമൂല്യമായ ചെറുവിഗ്രഹങ്ങളും ഉപദേവതാലയത്തിലെ സ്വർണവും കടത്തിയെന്നാണ് സംശയമുണ്ടാവുന്നത്. ശ്രീകോവിലിൽ കൂടുതൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്നാണ് SIT പരിശോധിക്കുന്നത്. അറ്റകുറ്റപ്പണി ചെയ്ത് മിനുസപ്പെടുത്താനെന്ന പേരിൽ ശ്രീകോവിലിന് മുകളിൽ സർവ്വപൂജകളും നടത്തി പ്രതിഷ്ഠ പോലെ പവിത്രമായി സ്ഥാപിച്ച താഴികക്കുടങ്ങൾ ഇളക്കിയെടുത്ത് പമ്പ വരെ കൊണ്ടുപോയതായി SITക്ക് വിവരം കിട്ടി. വ്യവസായി വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൊതിയും മുൻപ് തന്നെ പ്രഭാവലയമടങ്ങിയ പാളികൾ തങ്കം പൊതിഞ്ഞവയാണ്. ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും പ്രഭാമണ്ഡലവുമുള്ള ടൺ കണക്കിന് തൂക്കമുള്ള പാളികളിൽ നിന്ന് സ്വർണം മാത്രമായി വേർതിരിച്ചെടുക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. 2 കിലോ സ്വർണം കൊള്ളയടിച്ചെന്നാണ് SIT തുടക്കം മുതൽ പറയുന്നത്. പ്രഭാമണ്ഡലത്തിലെ കൊള്ള കൂടിയാകുമ്പോൾ വ്യാപ്തി ഇനിയും ഉയരാനാണ് സാധ്യത.